മഴതോരും മുൻപേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനു രേവതിക്കുട്ടിയെ കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ബോധിപ്പിക്കുകയാണ്. രേവതിക്കുട്ടിയോട് മനു പറയുന്നുണ്ട്, നിന്റെ ചേച്ചി ഇപ്പോൾ എന്നെ കേൾക്കാനോ കാണാനോ ഞാൻ വിളിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നതെന്നൊക്കെ. എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് തൻ്റെ ചേച്ചിയെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത വിഷമം തോന്നുകയാണ്. രേവതിക്കുട്ടി അതേ വിഷമം മനുവിനോട് പറയുന്നുണ്ട്. മനുവേട്ടന് ഒരു കാര്യം അറിയോ, ചേച്ചി എന്നും സങ്കടത്തിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണ്. ബ്രിജിതാമ്മയുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു ചേച്ചി ജീവിച്ചത്. ഇപ്പോൾ ചേച്ചിക്ക് അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കിട്ടിയപ്പോഴും ചേച്ചിയുടെ അവസ്ഥ അത് തന്നെയാണ്. മനുവേട്ടന് ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചേച്ചിക്കും മനുവേട്ടനെ ഇഷ്ടമാണെന്നും ഞങ്ങൾക്കറിയാം. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിതം തുടങ്ങിയാലെങ്കിലും എൻ്റെ ചേച്ചിയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറണം. രേവതിക്കുട്ടി, നിന്റെ ചേച്ചിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവൾക്ക് എന്നെക്കൊണ്ട് ഒരു സങ്കടവും ഇല്ലാതെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നെല്ലാം രേവതിക്കുട്ടിയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് മനു എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് ഒരിക്കൽ കൂടി രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, നിന്റെ ചേച്ചിയോട് എൻ്റെ അവസ്ഥ പറഞ്ഞ് നീ മനസ്സിലാക്കണം. നിനക്ക് മാത്രമേ അവളെ ഇനി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ. അങ്ങനെ മനു അവരോടെല്ലാം യാത്ര പറഞ്ഞ് പോവാണ്. ഉടനെ തന്നെ ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, മനുവിൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് മോളെ, അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ പോയത്. നീ ഒന്ന് അലീനയോട് പറഞ്ഞ് സമ്മതിച്ചേക്കണേ, അല്ലെങ്കിൽ അവനിവിടെ വരെ വന്നതിന് ഒരു ഉപകാരമില്ലാണ്ടായി പോകും. നിനക്കറിയാലോ, അവൻ ഫോണിൽ കൂടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതവൻ നേരിട്ട് പറയാൻ വന്നത് തന്നെ നിന്നെക്കൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. രേവതിക്കുട്ടി അപ്പോൾ തന്നെ ഗ്രേസമ്മയോട് പറയുന്നുണ്ട്, ആൻറ്റി, ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ചേച്ചി കമലാ മേഡത്തിന് നേരിട്ട് കൊടുത്ത വാക്കല്ലേ അവരുടെ മകന് ചേച്ചിയായിട്ട് കൈക്കലാക്കില്ല എന്നൊക്കെ. പിന്നെ എങ്ങനെയാ ആൻറ്റി ഞാൻ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കേണ്ടതെന്നും ചേച്ചിയോട് എന്ത് പറഞ്ഞാണ് സമ്മതിപ്പിക്കേണ്ടതെന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു കാര്യം ഞാൻ മനുവേട്ടനോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ചേച്ചി മനുവേട്ടനെ ഇഷ്ടമാണെന്നും മനുവേട്ടനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്നും പറയിപ്പിക്കാൻ എനിക്ക് സാധിച്ചേക്കും. പക്ഷേ ഉടനെ തന്നെ മനുവേട്ടനും ചേച്ചിയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് സമ്മതിപ്പിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഗ്രേസമ്മ അവളുടെയും വിഷമം കാണുമ്പോൾ പറയുന്നുണ്ട്, നീ കോളേജ് വിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പോയി എന്തെങ്കിലും കഴിച്ചിട്ട് സമാധാനമായിട്ട് നീ അലീനയെ വിളിച്ച് സംസാരിക്കേ. ആൻറ്റി, ഞാൻ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി തൻ്റെ മുറിയിലേക്കും പോവുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതിന് ശേഷം താഴെ വന്ന് കിച്ചണിൽ നിന്ന് അവൾ ഫുഡ് എടുത്ത് കഴിക്കുമ്പോഴും അവളുടെ ചിന്ത മുഴുവനും ചേച്ചിയോട് ഇതൊക്കെ എങ്ങനെ പറഞ്ഞു തുടങ്ങണം, ചേച്ചിയെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ സമ്മതിപ്പിക്കണമെന്നായിരുന്നു. രേവതിക്കുട്ടി പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു തീർത്ത് ഉടനെ തന്നെ ഫോൺ എടുത്ത് അലീനയെ വിളിക്കുകയാണ്. അലീന ആ സമയത്ത് എന്തോ തിരക്കിട്ട ജോലിയിലായിരുന്നു. അപ്പോൾ അലീന രേവതിക്കുട്ടിയുടെ കോളൊന്നും കാണുന്നോ കേൾക്കുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുകയാണ്. എന്താണാവോ ചേച്ചി എൻ്റെ കോൾ എടുക്കാത്തത്, അത്രയ്ക്ക് വിഷമത്തിലാണോ ചേച്ചി എന്നൊക്കെ ആലോചിച്ച് അവൾക്ക് വല്ലാത്തൊരു ടെൻഷൻ ഫീലായി. ഉടനെ തന്നെ ബബിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ബബിതയോട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എന്താ എൻ്റെ ഫോൺ കോൾ കണ്ടിട്ട് എടുക്കാത്തത്, ബബിത ചേച്ചി അവിടെ ഉണ്ടോ, ചേച്ചിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയുമെന്നൊക്കെ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നിന്റെ ചേച്ചിയെ തിരക്കിട്ടെന്തോ പണിയില്ല, ഒരു പണിയില്ലെങ്കിലും ചേച്ചിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനേ ചെന്നൊന്ന് പറഞ്ഞേക്കാം, രേവതിക്കുട്ടി വിളിച്ചിരുന്നു എന്ന് കേട്ടോ, മോള് കട്ട് ചെയ്തോ, ഇപ്പം തന്നെ ചേച്ചിയെ കൊണ്ട് തിരിച്ചു വിളിപ്പിച്ചേക്കാമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് ബബിത. ഉടനെ തന്നെ ബബിത വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി എന്താ ചേച്ചിയുടെ ഫോൺ എന്താ മോളെ, എന്തിനാ? അതെ ചേച്ചിയുടെ അനിയത്തില്ലേ രേവതിക്കുട്ടി, അവള് വിളിച്ചിരുന്നു. അവൾക്ക് ചേച്ചിയെ കിട്ടാണ്ട് വല്ലാത്ത ടെൻഷനില്ല. അങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എവിടെയോ കാണണമെന്ന്. ഒന്ന് തിരിച്ചു വിളിച്ചേക്കണേ, ഞാനിപ്പോൾ തന്നെ ചേച്ചിയെ കൊണ്ട് തിരിച്ചു വിളിപ്പിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടാ പോയത്.
അതെയോ, ഞാനേ കുറേ ദിവസമായില്ലേ ഈ ചെടിക്കൊക്കെ എന്തെങ്കിലും വളമൊക്കെ ചെയ്തിട്ട്, അതിനായിട്ട് പുറത്തൊക്കെ ഇറങ്ങിയതാടി. ഞാനിപ്പോൾ തന്നെ അവളെ വിളിച്ചേക്കാം. അത് പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് ഫോൺ എടുക്കാനായി പോകുന്നുണ്ട്. ഫോൺ എടുത്ത് രേവതിക്കുട്ടിയെയും വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടി പെട്ടെന്ന് അലീനയുടെ കോള് വന്നപ്പോൾ ചാടി കയറി എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ വിളിച്ചപ്പോൾ ചേച്ചി എവിടെ പോയിരിക്കുകയായിരുന്നു? എത്ര സമയമായി ഞാൻ ചേച്ചിയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് ആകെ ടെൻഷനായി. ചേച്ചി വിളിച്ചിട്ടൊക്കെ എടുക്കാതെ ആയപ്പോൾ. ഒരു കോള് വിളിക്കുമ്പോഴേക്കും ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പോയാലോ? പിന്നെ എനിക്കറിയോ ചേച്ചി അവിടെ എന്തെടുക്കാന്ന്. എപ്പോൾ നോക്കിയാലും പുറത്തിങ്ങനെ ഒരേ പണികളും ചെയ്ത് നടക്കും. ചേച്ചിക്ക് എന്താ ചുമ്മാതിരിക്കാനൊന്നും കഴിയത്തില്ലേ? കുറച്ചു നേരം ആ ഫോണിൽ എന്തെങ്കിലും റീൽസൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നൂടെ? ഇങ്ങനെ ഒരു ചേച്ചിയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങ് പോര്, നേരിട്ട് എന്നെ കാണാലോ. ആ, അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട് നേരിട്ട് എന്നെ കാണാനായിട്ട്. കുറച്ച് കാര്യങ്ങളെ ചേച്ചിയോട് സംസാരിക്കാനുണ്ടെന്ന്. അതെന്താടി അങ്ങനെ ഒരു കാര്യം? ചേച്ചിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, അത് തന്നെ കാര്യം. ഓ, എന്നെ കല്യാണം കഴിപ്പിക്കാൻ പോവാണോ നീ? അതെ, എന്ത് ചേച്ചിക്ക് അതിനുള്ള പ്രായമായിട്ടില്ലേ? പ്രായമൊക്കെ ആയി. അങ്ങനെ നിന്നെയൊക്കെ കല്യാണം കഴിപ്പിച്ചയക്കാതെ ഞാനെങ്ങനെയാടി കല്യാണം കഴിഞ്ഞു പോകുന്നത്? അപ്പോൾ നിൻ്റെയൊക്കെ കാര്യങ്ങൾ ആര് ചെയ്യും? അല്ലെങ്കിലും ചേച്ചി കല്യാണം കഴിക്കാതെ നിന്നിട്ടാണോ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി എടുക്കാൻ പോകുന്നത്? ഒന്ന് ചുമ്മാതിരി ചേച്ചി, വെറുതെ ഒരേന്ന് പറയാനായിട്ട്. ചേച്ചിയും ചേച്ചി കല്യാണം കഴിക്കുന്ന ചെക്കനും കൂടി ആണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത്. ചേച്ചി ഒരു ചെക്കനെ കല്യാണം കഴിച്ചാൽ നമുക്കൊരു ചേട്ടനെയും കൂടി ഓസിക്ക് അങ്ങോട്ട് കിട്ടത്തില്ലേ? ചേട്ടന്മാരൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നേ. ഇപ്പോൾ ഇവിടെ രോഹിത് ഉണ്ട്, മനുവേട്ടനുണ്ട്, പിന്നെ അതൊക്കെ പോരെ നിനക്ക് ചേട്ടന്മാരായിട്ട്? ഓ, അവരൊക്കെ തന്നെ മതി. പക്ഷെ സ്വന്താക്കാലോ നമുക്ക് ഈ പറഞ്ഞ മനുവേട്ടനെ തന്നെ. രേവതിക്കുട്ടി, എന്താ നിനക്ക്? എന്തേ മനുവേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ സ്വരം മാറിയത്? അതൊന്നുമില്ല, മനുവേട്ടൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടൊന്നുമല്ല. നീ വെറുതെ കാട് കയറി ഒരേന്ന് സംസാരിക്കണ്ടെന്ന് കരുതി പറഞ്ഞതാ. അതെന്താന്നാ ഞാൻ ചോദിക്കുന്നത്. എന്ന് തുടങ്ങിയ ഇങ്ങനെ മനുവേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ചേച്ചിക്ക് കാട് കയറി പറയുന്നതായിട്ടൊക്കെ തോന്നി തുടങ്ങിയത്? അതങ്ങനെയൊന്നുമല്ല മോളെ. എങ്ങനെയൊന്നുമല്ലെന്നാ ചേച്ചി ഈ പറയുന്നത്? ചേച്ചിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ചേച്ചി പെട്ടെന്ന് മനുവേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ സ്വരം മാറി. നീ മറന്നുപോയോ നമ്മുടെ പ്രിജിത മമ്മി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ? ഞാനൊന്നും മറന്നിട്ടില്ല. ഇനി മറന്നിട്ടുണ്ടെങ്കിൽ തന്നെ ബ്രിജിത മമ്മിക്ക് പകരമായിട്ട് എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയില്ലേ മറന്നതൊക്കെ ഓർമ്മിപ്പിക്കാൻ. എന്താ ചേച്ചിക്ക് പറ്റിയേ? അവകാശപ്പെടാത്തതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല മോളെ. എനിക്കങ്ങനെ ഒന്നും വേണ്ട. ഞാനൊന്നും ആഗ്രഹിച്ചല്ല ഇവിടെ വന്നിരിക്കുന്നതും. നിനക്ക് നന്നായിട്ട് അറിയാലോ, എൻ്റെ മമ്മി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എന്തൊക്കെയോ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊക്കെ ഒന്ന് നേരായതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകും. അത്ര മാത്രമാണ് എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ആരെയും വിവാഹം കഴിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ അത് നീക്കം ചെയ്തിട്ട് വേണം എനിക്കിവിടെ നിന്ന് പോകാൻ. ശരിയാ, ചേച്ചി നീക്കിയിട്ട് തന്നെ പോകത്തുള്ളൂ. പക്ഷേ മനുവേട്ടൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷത്തിൽ മനുവേട്ടന് മറ്റെന്തെങ്കിലും ഒരു ചിന്ത വന്നാൽ അതെങ്ങനെയാ ചേച്ചി ശരിയാക്കിയെടുക്കാൻ പോകുന്നത്? നീ എന്തൊക്കെയാണ് രേവതിക്കുട്ടി പറയുന്നത്? നിനക്കേ കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും വല്ലാതെ കാട് കയറി ചിന്തിക്കുന്നത്. നിന്നെ മനുവേട്ടൻ വിളിച്ചിരുന്നോ? എന്നെ മനുവേട്ടൻ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം തോന്നത്തില്ലായിരുന്നു. ഇതിപ്പോൾ മനുവേട്ടൻ എന്നെ കാണാനായിട്ട് നേരിട്ട് ഇവിടെ വരിക ചെയ്തത്, അതും ചേച്ചിയുടെ കാര്യം പറയാനായിട്ട്. അല്ലാതെ ചേച്ചിയുടെ കൂടെ അല്ലാതെ മനുവേട്ടൻ എപ്പോഴെങ്കിലും എന്നെ കാണാനെന്ന് പറഞ്ഞ് ഇവിടെ വരെ വന്നിട്ടുണ്ടോ? അപ്പോഴെങ്കിലും ചിന്തിച്ചൂടെ ചേച്ചി, മനുവേട്ടന് ചേച്ചി എത്ര ഇഷ്ടമാണെന്ന്? മനുവേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു, അവിടെ നടന്ന സംഭവങ്ങളെല്ലാം. ചേച്ചിക്കിപ്പോൾ എന്നോടൊന്നും പറയാൻ നേരില്ലാണ്ടായില്ലേ? ചേച്ചിക്ക് പിന്നെ ആരുണ്ട് ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ പറയാൻ? രേവതിക്കുട്ടി വളരെ വിഷമത്തോടു കൂടിയാണ് അലീനയോട് ചോദിക്കുന്നത്. ചേച്ചിക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ? ചേച്ചിക്ക് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് പറഞ്ഞൂടെ? നിന്നോട് മനുവേട്ടൻ എല്ലാം പറഞ്ഞോ? എല്ലാം പറഞ്ഞു ചേച്ചി. കമലാമ്മയോട് മനുവേട്ടൻ്റെ അച്ഛൻ ചേച്ചി
അവിടുത്തെ വൈജാമ്മയുടെ സ്വന്തം മകളാണെന്ന് പറയേണ്ടി വന്നു. അതടക്കം പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ കമലാൻ്റി അറിഞ്ഞോ? ആ, അറിഞ്ഞു. അറിഞ്ഞതിന് ശേഷം വൈജാൻ്റി ഉണ്ടല്ലോ, ചേച്ചിയുടെ അമ്മയെ വിളിച്ചിട്ട് എന്തൊക്കെയോ കുത്തുവാക്കുകളൊക്കെ പറയുകയുണ്ടായിരുന്നു എന്നത്രേ. അതും പറഞ്ഞു മനുവേട്ടൻ. അതിനുശേഷം ചേച്ചിയുടെ അമ്മ കമലാൻ്റിയെ വിളിച്ചിട്ട് എൻ്റെ മകൻ്റെയും മകളുടെയും വിവാഹം നടത്തി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതായിട്ടും പറഞ്ഞു. ഇതൊക്കെ എപ്പോൾ സംഭവിച്ച കാര്യങ്ങളാ? ആ, ഇതൊക്കെ സംഭവിച്ചു. ചേച്ചി ഒന്നും അറിയുന്നില്ലല്ലോ. അല്ലെങ്കിലും ചേച്ചിക്ക് എന്തറിയാം? ചേച്ചി എന്തിനാ ആ കമല എന്ന് പറയുന്ന സാധനം വന്ന് എന്തെങ്കിലുമൊക്കെ കിടന്ന് പറയുമ്പോഴേക്കും എനിക്ക് മനുവേട്ടനെ വേണ്ട, എന്നെ മനുവേട്ടൻ വിളിക്കണ്ട എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് ചേച്ചിക്ക്? ചേച്ചിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളോ മനുവേട്ടനോട്? എന്തൊക്കെ കാര്യങ്ങളാ ചേച്ചിക്ക് വേണ്ടിയിട്ട് മനുവേട്ടൻ ചെയ്തു തന്നിട്ടുള്ളത്? എത്ര ആൾക്കാരുടെ മുമ്പിലാ ചേച്ചിക്ക് വേണ്ടിയിട്ട് മനുവേട്ടൻ നാണം കെട്ട് നിന്നിട്ടുള്ളത്? അതൊക്കെ ഒറ്റയടിക്ക് ചേച്ചിക്ക് മറന്നു കളയാൻ സാധിച്ചോ? മോളെ, ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഞാൻ അങ്ങനെ മറക്കത്തുമില്ല. മനുവേട്ടന് എന്ത് സഹായം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. ചേച്ചി ആരൊക്കെ സഹായിക്കാനാ ഈ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നേ? ചേച്ചി മനുവേട്ടനോട് പറഞ്ഞു എന്ന് കേട്ടല്ലോ. ചേച്ചിയുടെ ജീവിതം ചേച്ചിയെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന്. ചേച്ചി ആരാ? വലിയ മദർ തെരേസയോ? വലിയ ആളാവാനൊന്നും നിൽക്കണ്ട. മനുവേട്ടനെ വിവാഹം കഴിച്ചേ മനുവേട്ടൻ്റെ കുഞ്ഞുങ്ങളായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ ആ പാവത്തിനെ മനസ്സ് വേദനിപ്പിച്ചാലുണ്ടല്ലോ ദൈവം പോലും പൊറുക്കത്തില്ല കേട്ടോ. അത്രയ്ക്കുണ്ട് ഇന്ന് എന്നോട് പറഞ്ഞ വിഷമങ്ങൾ. നീ എന്നെയും കൂടി ഒന്ന് മനസ്സിലാക്ക് രേവതിക്കുട്ടി. നീ എന്തൊക്കെയാണ് ഈ കാട് കയറി പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എടി മോളെ, ആ കമല എന്ന് പറയുന്ന ആൻറ്റി ഇവിടെ വന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ? ഞാൻ ആരാടി? എനിക്ക് ആരുണ്ട്? ആരെങ്കിലും ഉണ്ടോ എനിക്ക്? പിന്നെ അവരെ മാത്രം എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? ഏതൊരമ്മയും അവരുടെ മകൻ്റെ ഭാവിയെക്കുറിച്ചല്ലേ ചിന്തിക്കുള്ളൂ. ആ അമ്മയും അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല മോളെ. പിന്നെ ഒന്നും പറയാതെയാണല്ലോ ചേച്ചി പറഞ്ഞ ചീത്ത വാക്കുകളൊക്കെ മനുവേട്ടൻ എന്നോട് പറഞ്ഞു തന്നു. മനുവേട്ടൻ അതൊക്കെ പറഞ്ഞോ? പിന്നെ മനുവേട്ടൻ പറയാതെ ഞാൻ എങ്ങനെയാ ചേച്ചി അറിയുക? ചേച്ചി, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? ചേച്ചി എന്നോട് സത്യം മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ വേണം കേട്ടോ. അല്ലാതെ വെറുതെ നുണ പറഞ്ഞേക്കരുത്. മനുവേട്ടനെ ചേച്ചിക്ക് ഇഷ്ടമല്ലേ? ഒരുപാട് ഇഷ്ടമല്ലേ മോളെ? ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ആരോടാണ് ഇഷ്ടമല്ലാത്തത്? എനിക്ക് എല്ലാവരെയും ഇഷ്ടമല്ലേ ചേച്ചി? ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. മനുവേട്ടനെ വിവാഹം കഴിക്കാൻ ചേച്ചിക്ക് ഇഷ്ടമല്ലേ എന്ന്. മോളെ, നീയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കേ. ഞാൻ അങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിവാഹം, അങ്ങനെ ഒരു കുടുംബജീവിതം, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ മോളെ? പിന്നെ എങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാൻ ഈ കാണുന്ന കുടുംബജീവിതങ്ങളൊക്കെ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നവയാണ്. പിന്നെ അങ്ങനെ ഒരു ജീവിതം കണ്ടിട്ട് ഇതുപോലെയൊക്കെ എനിക്കും ജീവിക്കണമെന്ന് കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാൻ മാത്രം ഞാൻ അങ്ങനെ ഒരു ജീവിതം കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള മനസമാധാനപരമായ ജീവിതം എൻ്റെ മമ്മിയുടെയാണ്, നമ്മുടെ മമ്മിയുടെ ജീവിതമാണ്. അതുപോലെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ഹലീനയുടെ ചോദ്യങ്ങൾക്ക് രേവതിക്കുട്ടിക്ക് മറുപടി പോലും നൽകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. രേവതിക്കുട്ടി ഒരുപാട് സമയം ആലോചിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ചേച്ചിയോട് താൻ എന്താണ് തിരിച്ച് പറയേണ്ടതെന്ന്. അപ്പോൾ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ കാണുന്നുണ്ട് സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം. തൻ്റെ ഒരു മകള് കന്യാസ്ത്രീ ആവുകയും ഒരു മകനുണ്ടായിരുന്നത് ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുകയും ചെയ്തു. മുന്നോട്ട് ജീവിക്കാൻ ആരുമില്ലെന്ന് കണ്ടിട്ടും പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ ജീവിക്കുന്നവളാണ് ഈ ഞാൻ. അവർക്കൊരു താങ്ങും തണലുമായിട്ട് അവരെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി. സത്യമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടി ഞാൻ ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് അവരുടെ ആ പേരക്കുട്ടിയെ എവിടെയെങ്കിലും ആ കുഞ്ഞ് ജീവനോടുകൂടി ഉണ്ടെങ്കിൽ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും കയ്യിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കും അവരുടെ പോലും ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങാനെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി. ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കും മനസ്സിലാവും. ചേച്ചിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം ചേച്ചി കാണുന്നില്ലല്ലോ.
പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ കണ്ടതിനേക്കാളും മനോഹരമായിരിക്കും മനുവേട്ടനും അലീന ചേച്ചിയും ജീവിതം തുടങ്ങുമ്പോൾ. അല്ലെങ്കിൽ അവരെപ്പോലെ ആയിരിക്കും ചേച്ചിയും ചേട്ടനും ജീവിക്കാൻ തുടങ്ങുന്നത്. എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചി മനുവേട്ടനെ ഒന്ന് വിളിക്കണം. മനുവേട്ടൻ ഒരുപാട് വിഷമിച്ചിട്ടാണ് പോയത്. ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ മനുവേട്ടനോട് സത്യസന്ധമായിട്ട് പറഞ്ഞു. ഞാൻ എന്താ മോളെ പറയേണ്ടത്? എന്തെന്നാണ് ഞാൻ മനുവേട്ടനോട് സത്യസന്ധമായി പറയേണ്ടത്? ചേച്ചി പറയണം മനുവേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന്. പക്ഷേ ചേച്ചിക്ക് അതിന് ഒരുപാട് സമയം വേണമെന്ന്. ചേച്ചിയുടെ മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ തെളിയാനുണ്ടെന്ന് പറയണം. എല്ലാം കലങ്ങി കിടക്കുകയാണെന്ന് പറയണം. അതൊക്കെ കലങ്ങി തെളിഞ്ഞതിന് ശേഷം മനുവേട്ടനും അലീനയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നും ചേച്ചി പറയണം. എന്താ ചേച്ചി, പറയില്ലേ? എൻ്റെ മോളെ, അങ്ങനെയൊക്കെ പറയാൻ എന്നെക്കൊണ്ട് സാധിക്കോടി? മനുവേട്ടനെ പോലെ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ മാത്രം ഞാൻ ആരാണ്? അത് മാത്രമല്ല, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും ചെല്ലില്ലെന്ന് കമല എന്ന് പറയുന്ന മനുവേട്ടൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ്. എൻ്റെ വാക്കിനൊരു വിലയില്ലെന്നാണോ നീ പറയുന്നത്? ഉണ്ട് ചേച്ചി, ചേച്ചിയുടെ വാക്കിന് നല്ല വിലയുണ്ട്. പക്ഷേ ചേച്ചി മനുവേട്ടനോട് ഇതുകൂടി പറയണം. മനുവേട്ടൻ്റെ അമ്മ സമ്മതിക്കുന്നത് വരെ മനുവേട്ടൻ അലീന ചേച്ചിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന്. എൻ്റെ പൊന്നു മോളെ, നീയും മനുവേട്ടനും കൂടി എന്നെ ആകെ ധർമ്മസങ്കടത്തിലാക്കുകയാണല്ലോടി. എന്തിനാടി മനുവേട്ടൻ്റെ ജീവിതം അങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്നത്? ഇവിടെ കമലാൻ്റി വന്നപ്പോൾ പറഞ്ഞു, മനുവേട്ടൻ്റെയും കമലാൻ്റിയുടെ ഒരു കൂട്ടുകാരത്തിയുടെ മകളുടെയും കല്യാണം അവർ മുന്നേ കൂട്ടി ആലോചിച്ച് വെച്ചതാണെന്ന്. അതിനിടയിലാണത്രേ ഞാൻ കയറി വന്നത്. അതോടുകൂടിയാണെന്ന് മനുവേട്ടന് ആ കുട്ടിയോട് താല്പര്യമില്ലാണ്ടായതെന്ന്. അങ്ങനെ ഒരു കുട്ടിയുണ്ടോ? എന്നോട് മനുവേട്ടൻ പറഞ്ഞില്ലല്ലോ. അത് മനുവേട്ടൻ പറയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മ ഇതിനൊന്നും സമ്മതിക്കത്തില്ലല്ലോ. ചേച്ചി, അതൊക്കെ മനുവേട്ടനും ചേച്ചിക്കും ദേഷ്യം തോന്നാൻ വേണ്ടിയിട്ടും ചേച്ചി ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടും പറഞ്ഞതായിരിക്കും. മോൾ, അതിന് കല്യാണമൊന്നും ഇവിടെ ആരും ആലോചിച്ചിട്ടില്ലടി. മനുവേട്ടൻ ചെന്നിട്ട് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കുമാണ് ആളിവിടെ വന്ന് ഒച്ചയും ബഹളമൊക്കെ എടുത്തിട്ട് പോയത്. ഒച്ചയും ബഹളം എടുത്തിട്ടാണ് ചേച്ചി ഇതിൽ നിന്ന് പിന്മാറിയതെന്ന് ചേച്ചി തന്നെ സമ്മതിച്ച് തന്നല്ലോ. അത് മതി. രേവതിക്കുട്ടി, നീ വെറുതെ മനുവേട്ടൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്ന് കരുതി നീ വെറുതെ പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കരുത്. നീ മനുവേട്ടനെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ കാര്യം ഒന്ന് പറയേ. അങ്ങനെ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആഗ്രഹം കൊടുത്തിട്ട് എന്തിനാ എന്നിങ്ങനെ? ആ കുട്ടിയുടെ പേരും പറഞ്ഞു വന്ന ആൻറ്റി, എന്തോ അർച്ചനാന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. നീ മനുവേട്ടനോട് ചോദിക്കേ, അങ്ങനെ ഒരു കുട്ടിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് മനുവേട്ടൻ വെറുതെ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ തന്നെ മനുവേട്ടന് അതിനോട് താല്പര്യമില്ലല്ലോ. അത് കമലാൻ്റിയുടെ താല്പര്യമായിരിക്കും. അത് വെറുതെ മനുവേട്ടൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? ഇനി അഥവാ അങ്ങനെ ഒരു ഇഷ്ടം മനുവേട്ടന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോയെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചോളാം. എന്നിട്ട് ചേച്ചി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഇഷ്ടം മനുവേട്ടനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഉടനെ മനുവേട്ടനെ വിളിക്കണം. നീ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും മനുവേട്ടനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. അത് മനുവേട്ടൻ്റെ ജീവിതമല്ലേ. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ മനുവേട്ടൻ ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ മനുവേട്ടൻ്റെ തീരുമാനങ്ങളാണ്. നീ വെറുതെ അതിനൊന്നും നിൽക്കണ്ട. ഇതിൽ നിന്ന് നമ്മ പിന്മാറുമ്പോൾ പിന്നീട് അതൊക്കെ സംഭവിക്കും. ഇതിപ്പോൾ പെട്ടെന്നുള്ള ഷോക്കും മനുവേട്ടന് അമ്മയോടുള്ള വാശിയും തീർക്കുന്നതാ. നീ അതിനങ്ങനെ കണ്ടാൽ മതി മോളെ. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ഇത്രക്കൊക്കെ ഉള്ളോടി ജീവിതം. നീ പറയുന്ന ഈ കുടുംബ ബന്ധത്തിനൊന്നും വലിയ കാര്യമില്ല മോളെ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ബ്രിജിത മമ്മിക്ക് ഒരു കാര്യത്തിന് താല്പര്യമില്ല ഇഷ്ടമില്ല എന്നൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ ആ കാര്യത്തിന് വാശി പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഇവരൊക്കെ കണ്ടില്ലേ, അവരുടെ അച്ഛന് ഇഷ്ടമല്ലെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും അവരെ കാര്യങ്ങളാണ് അവർക്ക് വലുത്. ചേച്ചി, ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ. ഇത് മനുവേട്ടന് ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അത് എന്താന്ന് പോലും ചിന്തിക്കാതെയല്ലേ ആ കമല എന്ന് പറയുന്ന ആൻറ്റി വന്ന് കിടന്ന് ഒച്ചയും ബഹളമൊക്കെ എടുത്തിട്ട് പോയത്. പിന്നെ മനുവേട്ടൻ പറയുന്നുണ്ടായിരുന്നു, മനുവേട്ടനെ വിവാഹം കഴിക്കാൻ ചേച്ചിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ ഒരു കാലത്തും വിവാഹം കഴിക്കില്ലെന്ന്. അത് അമ്മയ്ക്കുള്ളൊരു പാഠവും കൂടിയാണെന്ന്. അമ്മ ഇവിടെ നടക്കട്ടെ എന്ന്. ചേട്ടൻ വിവാഹം കഴിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്നൊക്കെയാ മനുവേട്ടൻ ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല. ചേച്ചി കാരനാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ചേച്ചി ഒരാൾ യെസ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിളിച്ച് മനുവേട്ടനോട് ചോദിക്കാം, കമലാൻറ്റിയുടെ കൂട്ടുകാരത്തിയുടെ മകളുമായിട്ട് അങ്ങനെ ഒരു വിവാഹബന്ധം ആലോചിച്ചിരുന്നോ എന്ന്. അതിന് കാരണക്കാരി, അത് വേണ്ടാന്ന് വെക്കാൻ കാരണക്കാരി ചേച്ചിയാണോ എന്ന് ഞാൻ ചോദിക്കാം. ഇതിനെല്ലാത്തിനും മനുവേട്ടൻ നോയാണ് പറയുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേച്ചി വിളിച്ച് മനുവേട്ടനോട് പറയണം. ആ പാവം ജോലി സ്ഥലത്തിരുന്ന് മര്യാദക്ക് ജോലി പോലും ചെയ്യാൻ പറ്റാതെയാണ് ഇങ്ങനെ എന്നെ തേടി ഇവിടെ വരെ എത്തിയത്. പിന്നെയും ചേച്ചിയുടെ വാശി കാണിക്കാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ചേച്ചിയായിട്ട് ഞാൻ ഒരിക്കലും പങ്കുകൂടത്തില്ല കേട്ടാ. ഇത് ബബിതയും കൃഷ്ണമോളും പറയുന്ന വാക്കൊന്നുമല്ല, ഇത് രേവതിക്കുട്ടിയുടെ വാക്കാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാനേ മനുവേട്ടനെ വിളിച്ചിട്ട് ചേച്ചിയെ ഉടൻ തന്നെ വിളിക്കാട്ടോ. അത് പറഞ്ഞുകൊണ്ട് തന്നെ രേവതിക്കുട്ടി കോള് കട്ട് ചെയ്യാണ്. രേവതിക്കുട്ടിയുടെയും അലീനയുടെയും ഫോൺ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് അലീനയുടെ പിറകിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ബബിത. പെട്ടെന്നാണ് അലീന തിരിഞ്ഞു നോക്കിയപ്പോൾ ബബിതയെ കാണുന്നത്. അപ്പോൾ തന്നെ ബബിത ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ രേവതിക്കുട്ടിയുടെ അടുത്ത് വരെ എത്തിയില്ലേ? എന്തിനാ ചേച്ചി വെറുതെ? ദേ ബബിതേ, നീയും കൂടി ഇത് തുടങ്ങിയെടുത്തിട്ടോ. എനിക്ക് ഒന്നാമത്തെ സമാധാനം ഇല്ലാണ്ടിരിക്കുക. എന്നിട്ടിപ്പോൾ രേവതിക്കുട്ടിയോട് എന്ത് പറഞ്ഞു? ഞങ്ങളുടെ അടുത്ത് എടുക്കുന്ന സാമർത്ഥ്യമൊന്നും രേവതിക്കുട്ടിയുടെ അടുത്ത് എടുക്കുന്നത് കണ്ടില്ലല്ലോ. ബബിതേ, കാര്യം ചോദിച്ചതാ, എന്താന്ന് വെച്ചാൽ കാര്യം പറ. എടി, അവളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് മനുവേട്ടൻ ചെന്ന് അവളോട് ഒരേന്ന് കുത്തി പറഞ്ഞതിൻ്റെ ദേഷ്യത്തിലും കൂടിയാണ് അവള്. അപ്പോൾ പിന്നെ അവളോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവാനൊന്നും പോകുന്നില്ല. ഇപ്പം മനുവേട്ടനെ വിളിച്ചെന്തോ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പോയിരിക്കുക. ഇനി അതിന് മനുവേട്ടന് ഒരു സമാധാനവും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഉടനെ തന്നെ രേവതിക്കുട്ടി മനുവേട്ടനെ വിളിക്കുന്നുണ്ട്. മനുവേട്ടൻ കോൾ എടുത്ത ഉടനെ തന്നെ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, മനുവേട്ടാ, ആരാ ഈ അർച്ചന? അർച്ചനയോ? അതാരാ? മനുവേട്ടൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരത്തിയുടെ മകളെ മനുവേട്ടന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ചിരുന്നില്ലേ? ഓ, അതാണോ നീ ചോദിക്കുന്നത്? എൻ്റെ മോളെ, അങ്ങനെയൊന്നുമില്ലടി. അമ്മ അങ്ങനെ ഒരു ആലോചന വെച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാനും അവളും നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങളത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിന്നും സുഹൃത്തുക്കളായിട്ട് തന്നെ ഇരിക്കാൻ കഴിയുമോ? അമ്മമാരാലോചിച്ചത് അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചോളാൻ അന്നേ പറഞ്ഞ് നിർത്തിയതുമാണ്. അല്ല, ഇപ്പോൾ നീ എവിടുന്നാ ഈ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്? അത് അന്ന് മനുവേട്ടൻ്റെ അമ്മ അവിടെ ചെന്നപ്പോൾ അലീന ചേച്ചിയോട് പറഞ്ഞു എന്ന്, നീയായിട്ട് ഒന്നിലും വലിഞ്ഞു കയറാൻ നിൽക്കണ്ട, എൻ്റെ മകന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെ. അത് ശരി, അപ്പോൾ എല്ലാം കൂടിയാണല്ലേ അവൾക്ക് എന്നോടുള്ള പിണക്കം? ഏയ്, ഇതൊന്നും ചേച്ചി അങ്ങനെ സീരിയസ് ആക്കിയൊന്നും എടുത്തിട്ടില്ല. ചേച്ചി എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കായിരുന്നു. മനുവേട്ടന് യോജിക്കുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ കമലാൻറ്റി കണ്ടെത്തി വെച്ചിട്ടുണ്ട്, അതിനിടയിൽ നമ്മളായിട്ട് വലിഞ്ഞു കയറണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്തിനാ മനുവേട്ടൻ എന്നെ കാണാൻ വന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് മനുവേട്ടാ ഞാൻ വിളിച്ചു ചോദിച്ചത്. ഇല്ല മോളെ, അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ ഞാൻ ഇതിൻ്റെ പിറകെ നടക്കില്ലല്ലോ. ഇത് ഞാൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മനസ്സിൽ കയറ്റിയതൊന്നുമല്ല, എപ്പോഴൊക്കെയോ അറിയാതെ സംഭവിച്ചു പോയതാ. പിന്നെ ഒരുപാട് ആഗ്രഹിച്ചു. അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ ഏതൊരാളാ ആഗ്രഹിക്കാതിരിക്കുന്നത്? എന്തായാലും ഞാൻ പറഞ്ഞ് ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മനുവേട്ടനൊന്ന് വിളിച്ചു നോക്ക്. എന്താവും എങ്ങനെയാവുന്നൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഞാൻ മനുവേട്ടനെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടാ ഞാൻ കോള് കട്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി വിളിക്കണം മനുവേട്ടനെന്ന്. അതെന്തായാലും മനുവേട്ടൻ പ്രതീക്ഷിക്കണ്ട. മനുവേട്ടൻ തന്നെ ഇപ്പം തന്നെ ഒന്ന് വിളിച്ചേക്കിട്ടോ. രേവതിക്കുട്ടി അത്രയും പറഞ്ഞപ്പോഴേക്കും മനുവിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുകയാണ്. മനു രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അലീന ഫോൺ എടുത്താൽ ഞാൻ കൂടുതൽ ഹാപ്പിയാവും. നീ ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ നിന്ന് വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവൾ ഫോൺ എടുക്കുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഞാൻ വിളിച്ചു നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മനു കോള് കട്ട് ചെയ്യാണ്. മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ വരാം. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.